കാറിൽ നിന്നും ഇറങ്ങിയ അർജുനെ ഒരു ഞെട്ടലോടെയാണ് ആദി നോക്കി നിന്നത്. എന്നാൽ അതിനേക്കാളും അവരെ ഞെട്ടിച്ചത് കാറിൽ നിന്നിറങ്ങിയ ബലരാമനും ഭാര്യയുമാണ്. ഇതെന്താ ആദി, നിന്റെ അച്ഛനും അമ്മയും അനിയനുമാണല്ലോ ഈ വരുന്നത്, ധ്രുവൻ പറഞ്ഞു. എന്തേലും പുതിയ പ്രശ്നത്തിനായിരിക്കും, ഇവർക്ക് വേറെ ഒരു ദിവസവും കിട്ടിയില്ലേ, ആദി പറഞ്ഞു. അവരുടെ മുഖഭാവം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലടാ, എന്തോ കാര്യമായിട്ടുണ്ട്, സ്റ്റാലിൻ പറഞ്ഞു. ചിലപ്പോൾ കല്യാണത്തിന് കൂടാൻ വന്നതാണെങ്കിലോ ആദി, പാവമല്ലേ അവർ, ആകാശ് പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല, ആദി പറഞ്ഞു. എന്തായാലും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, നമുക്ക് നോക്കാം ദേവേട്ട, വിന്ദ ആദിയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു. അപ്പോഴേക്കും അർജുനും ബലരാമനും പ്രീതിയും ആ അമ്പലത്തിൻ്റെ നടയിലെത്തിയിരുന്നു. കല്യാണവേഷത്തിൽ നിൽക്കുന്ന ആദിയിൽ ബലരാമൻ്റെ കണ്ണുകൾ ചെന്ന് നിന്നു. ആദി ഒരു പുച്ഛത്തോടെ മുഖം തിരിച്ചു. ഇന്ന് ഈ കല്യാണ ദിവസം ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ വന്നതാണ് എന്ന ആദിയുടെ ചിന്ത. ആദി, ബലരാമൻ ആദിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് വിളിച്ചു. അവിടെ നിന്ന് എല്ലാവരും ഒരു ഞെട്ടലോടെ നോക്കി. ഒരു നിമിഷം താൻ കേട്ടത് തെറ്റിപ്പോയോ എന്ന് ആദിക്ക് തോന്നി. അവൻ അയാളെ നോക്കി. നിനക്കെന്നോട് ദേഷ്യം കാണും എന്ന് എനിക്ക് നല്ല പോലെ അറിയാം ആദി, പക്ഷേ എനിക്ക് എന്തോ ഇവിടെ വരെ വരണമെന്ന് തോന്നി, അതാ വന്നത്. മോനോട് ഞാൻ സ്നേഹം കാണിക്കാതെ നടന്നത് മോൻ അതൊരു പ്രശ്നമായി, പിന്നെ വരരുതെന്ന് കരുതിയതാണ്. എന്തൊക്കെയാ പ്രശ്നമെന്ന് നിനക്കറിയാലോ. നീ വിഷമിക്കുന്ന ഓരോ നിമിഷവും എൻ്റെ ചങ്ക് പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദി, ബലരാമൻ പറഞ്ഞു. ധ്രുവനും സ്റ്റാലിനും ആകാശും ദേവും മീനുവും വിന്ദുവും ഒരുപോലെ ഞെട്ടി നിൽക്കുകയായിരുന്നു. അതിനേക്കാളും കൂടുതൽ ഞെട്ടൽ ആദിയുടെ മുഖത്തായിരുന്നു. അച്ഛൻ ഇന്നലെയാണ് എല്ലാം എന്നോട് പറഞ്ഞത്. ആ സംസാരത്തിൽ എനിക്ക് മനസ്സിലായി ഏട്ടനോട് അച്ഛന് എത്ര സ്നേഹമുണ്ടെന്ന്. പിന്നെ എനിക്കും എൻ്റെ ഏട്ടനോട് ഒരു വിരോധവുമില്ല. അച്ഛൻ വഴക്ക് പറയോ എന്ന പേടിയായിരുന്നു എനിക്ക്, അല്ലാതെ ഒന്നുമല്ല, അർജുൻ പറഞ്ഞു. ആദിക്കൊന്നും വിശ്വസിക്കാനായില്ല. അവൻ മുഴുവനായി കിളിപോയ അവസ്ഥയിലായിരുന്നു. മോനെ, പ്രീതി വിളിച്ചു. ഇതൊക്കെ സത്യമാണോ? ശരിക്കും ഞാൻ സ്വപ്നമൊന്നും കാണുമല്ലോ, ആദി മെല്ലെ പറഞ്ഞു. അതിനവർ ഒന്ന് ചിരിച്ചു. ആദി ധ്രുവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ധ്രുവനും ചിരിച്ചു. ബലരാമൻ ആദിയെ ചേർത്ത് കെട്ടിപ്പിടിച്ചു. ആദി തിരിച്ചും അതേപോലെ അയാളെ കെട്ടിപ്പിടിച്ചു. ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. വാ, മുഹൂർത്തം തെറ്റിക്കണ്ട, അയാൾ ആദിയിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് പറഞ്ഞു. അതോടെ എല്ലാവരും അമ്പലനടയുടെ അടുത്തേക്ക് പോയി നിന്നു. ആദിയും കുഞ്ഞാറ്റിയും അമ്പലനടയിലേക്ക് കയറി നിന്നു. പൂജാരി പൂജിച്ച താലി താലത്തിൽ വെച്ച് നീട്ടി. അച്ഛാ, അച്ഛൻ താലി എടുത്തു കൊടുത്തു, ധ്രുവൻ പറഞ്ഞു. അതോടെ നിറഞ്ഞ മനസ്സോടെ ബലരാമൻ ആ താലി എടുത്തുകൊണ്ട് ആദിയുടെ കയ്യിൽ കൊടുത്തു. വിന്ദ കൈകൂപ്പി കണ്ണുകൾ അടച്ചു നിന്ന് താലി വാങ്ങി. ആദി ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചിരുന്നു. ശേഷം വിന്ദയുടെ കഴുത്തിലേക്ക് അത് ചാർത്തി. അതിൻ്റെ ആ കൊളുത്ത് ഒന്നുകൂടി മുറുക്കിയിട്ടു. താലി വെച്ച താലത്തിൽ തന്നെയുള്ള സിന്ദൂരം എടുത്തുകൊണ്ട് ആദി അത് വിന്ദയുടെ നെറ്റിയിൽ ചാർത്തി. ഒരു പൊട്ടിക്കരച്ചിലോടെ അവൾ ആദിയെ മുറുകെ അങ്ങ് കെട്ടിപ്പിടിച്ചിരുന്നു. ആദി ഒരു പുഞ്ചിരിയോടെ അവളെ അതേപോലെ ഒന്ന് ഇറുകെ കെട്ടിപ്പിടിച്ചു. ശേഷം അവർ രണ്ടുപേരും അനിതയുടെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങി. അതിനുശേഷം ബലരാമൻ്റെയും പ്രീതിയുടെയും കാലിൽ വീണ് അനുഗ്രഹം വാങ്ങി. ധ്രുവ, സദ്യ വല്ലതുമുണ്ടോ, ബലരാമൻ ചോദിച്ചു. സദ്യ വീട്ടിലുണ്ടച്ചാ, ധ്രുവൻ ചിരിയോടെ പറഞ്ഞു. എന്നാൽ നമുക്ക് പോയാലോ, കുറേയായി കല്യാണ സദ്യ കഴിച്ചിട്ട്, പ്രീതി പറഞ്ഞു. അതിനെന്താ, ഇപ്പോൾ പോവാലോ, സ്റ്റാലിൻ പറഞ്ഞു. അതിനു മുന്നേ ഒരു മിനിറ്റ്, എനിക്ക് നിങ്ങളെ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടണം, അർജുൻ പറഞ്ഞു. ഹലോ, ഞാൻ അർജുൻ. ഇപ്പോൾ MBA ലാസ്റ്റ് ഇയർ ആണ്. സ്വന്തമായി ഒരു ബിസിനസ് കമ്പനി തുടങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുള്ള എൻ്റെ 2 ഇൻസ്പിറേഷനാണ് ഇവിടെ ഈ നിൽക്കുന്ന സ്റ്റാലിൻ സാറും ആകാശ് സാറും. ഞാൻ ഇവരുടെ വലിയ ഫാനാണ്. പഠിച്ചിറങ്ങിയിട്ട് വേണം നിങ്ങളെ നേരിട്ട് കാണണം എന്ന് കരുതിയാണ് ഞാൻ നിന്നത്, അർജുൻ പറഞ്ഞു. ഏയ് അർജുൻ, നീ ഞങ്ങളെ സാറെന്നൊന്നും വിളിച്ച് ഓവറാക്കല്ലേ. ഇവൻ മാത്രമല്ല, ഞങ്ങളും നിന്റെ ഏട്ടന്മാരാണ്, സ്റ്റാലിൻ പറഞ്ഞു. അതെ, ഞാനും അത് പറയാൻ വരുമായിരുന്നു. പിന്നെ ഇത് അമ്മ അനിത, ഇത് ഭാര്യ വേദലക്ഷ്മി, ആകാശ് ഒരു ചിരിയോടെ പറഞ്ഞു. ഹായ് അമ്മേ. ഹായ് വേദേടത്തി, അർജുൻ വിളിച്ചു. അതിന് വേദയും അനിതയും ചിരിച്ചു. ദേ, ഇത് എൻ്റെ ഭാര്യ ദേവാഞ്ജലി, ധ്രുവ് ദേവുവിനെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഹായ് ദേവേടത്തി, അർജുൻ വിളിച്ചു. ഹായ് അർജുൻ, ദേവു തിരിച്ചും പറഞ്ഞു. ദേ, ഇത് എൻ്റെ ഭാര്യ മീനാക്ഷി, സ്റ്റാലിൻ പറഞ്ഞു. ഹായ് മീനടത്തി, അർജുൻ പറഞ്ഞു. ഹലോ, മീനു തിരിച്ചു. ആ, എല്ലാവരും പരിചയപ്പെട്ടല്ലോ, വാ ഇനി നമുക്ക് വീട്ടിൽ പോവാം, ബലരാമൻ പറഞ്ഞു. കുറച്ച് ദിവസം നിന്നിട്ട് പോവാമച്ചാ, ആദി ഒന്ന് പറഞ്ഞു നോക്കി. കുറച്ച് ദിവസമല്ല ആദി, ഞങ്ങൾ നാളെ പോകും, എന്നിട്ട് പിന്നെ ഒരു ദിവസം വരാം, ബലരാമൻ പറഞ്ഞു. അങ്ങനെ ആയാലും മതി, വിന്ദ ഒരു ചിരിയോടെ പറഞ്ഞു. അങ്ങനെ അവർ അവിടെ നിന്നും ഇറങ്ങി. ആദ്യം തന്നെ പോയത് അനിതയും വേദയും ദേവും മീനുവും പ്രീതിയുമായിരുന്നു. പിന്നീട് ആദിയും വിന്ദയും ബലരാമനും അർജുനും കൂടെ പോയി. ധ്രുവനും ആകാശും സ്റ്റാലിനും കൂടെ അവർ വന്ന അതേ കാറിൽ അവരുടെ പിന്നാലെ വെച്ച് പിടിച്ചു. പെൺപിള്ളേർ ആദ്യം തന്നെ വീട്ടിലെത്തിയിട്ട് വാതിൽ തുറന്നു പൂജാ റൂമിൽ ചെന്ന് പ്രാർത്ഥിച്ചു. ശേഷം അനിത നിലവിളക്ക് കത്തിച്ച് പ്രീതി ആരതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു.
അവർ ഇപ്പോൾ ഇങ്ങ് വരും, അനിത പറഞ്ഞു. എത്താറായിട്ടില്ല അനിയമ്മേ, വരുന്നേ ഉണ്ടാവുള്ളൂ, ഇനിയും സമയമുണ്ട്, ദേവു പറഞ്ഞു. അങ്ങനെ അവർ എല്ലാവരും കൂടെ പുറത്ത് ആദിക്കും വിന്ധ്യയ്ക്കും മറ്റുള്ളവർക്കും വേണ്ടി കാത്തിരിപ്പ് തുടങ്ങി. അരമണിക്കൂറിനുള്ളിൽ ആദിയുടെയും മറ്റുള്ളവരുടെയും കാറുകൾ അവിടേക്ക് വന്നു നിന്നു. ആദ്യത്തെ കാറിൽ നിന്നും ആദിയും വിന്ധ്യയും ഇറങ്ങി നിന്നു. പിന്നെ അർജുനും ബലരാമനും വന്നു. അടുത്ത കാറിൽ നിന്നും ധ്രുവനും സ്റ്റാലിനും ആകാശും ഇറങ്ങി വന്നു. ആദിയും വിന്ധ്യയും വീടിൻ്റെ പടിയുടെ അവിടെ വന്ന് നിന്ന്. അകത്തു നിന്നും അനിത നിലവിളക്കായി വന്നു. പ്രീതി ആരതി എടുക്കാനുള്ള താലത്തിൽ കർപ്പൂരം കത്തിച്ചുകൊണ്ട് വന്നു. നിറഞ്ഞ മനസ്സോടെ പ്രീതി മകനെയും മരുമകളെയും ഒരു ചിരിയോടെ ആരതി ഒഴിഞ്ഞു. ശേഷം അനിത വന്ന് വിന്ധ്യയുടെ കയ്യിൽ നിലവിളക്ക് കൊണ്ടുവന്നു കൊടുത്തു. വലതുകാൽ വെച്ച് കയറി വാ മോളെ, അനിത പറഞ്ഞു. കുഞ്ഞാറ്റ നിലവിളക്ക് ഒരു പുഞ്ചിരിയോടെ വാങ്ങിയിട്ട് അതേ ചിരിയോടെ ആദിയെ നോക്കി. ശേഷം അവൾ വലതുകാൽ വെച്ച് കയറി. ആദിയും അവരുടെ കൂടെ ഒരുമിച്ച് കയറിപ്പോയി. വിന്ധ്യ നിലവിളക്ക് കൊണ്ടുചെന്ന് പൂജാമുറിയിൽ വെച്ചു. അവിടെ നിന്ന് കണ്ണുകൾ അടച്ച് തൊഴുതു പ്രാർത്ഥിച്ചു. വിന്ധ്യ ഹാളിലേക്ക് വരുമ്പോൾ ആദി അവിടെ ഹാളിൽ ഒരു ഭാഗത്ത് നിൽപ്പുണ്ടായിരുന്നു. അവൾ ആദിയുടെ അരികിൽ പോയി നിന്നു. മക്കളെ, നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട, പോയി ഈ ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ, അനിത പറഞ്ഞു. അതെന്നെ, എല്ലാവരും പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വാ, അപ്പോഴേക്കും കഴിക്കാനുള്ളതെല്ലാം എടുത്ത് സെറ്റാക്കി വെക്കാം, പ്രീതി പറഞ്ഞു. അയ്യോ അമ്മ, അമ്മയുടെ സദ്യ ആരും കഴിക്കില്ല, അമ്മ ടെൻഷൻ അടിക്കണ്ട, അർജുൻ പറഞ്ഞു. പോടാ ചെക്ക, പ്രീതി പറഞ്ഞു. അതോടെ എല്ലാവരും ഡ്രസ്സ് മാറാനായി അവരവരുടെ റൂമിലേക്ക് പോയി. ധ്രുവനും ദേവുവും റൂമിലേക്ക് വന്നതും ധ്രുവ് വാതിലടച്ച് കുറ്റിയിട്ടുകൊണ്ട് ദേവുവിനോട് ചേർന്ന് നിന്നു. എന്താ? ദേവു പുരികം പൊക്കിക്കൊണ്ട് ധ്രുവനെ നോക്കി ചോദിച്ചു. ഒന്നുമില്ല, മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇന്ന് ആദിയേട്ടൻ്റെ അച്ഛനും അമ്മയും വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല ശിവേട്ട, ദേവു പറഞ്ഞു. അതിപ്പോൾ ഞാനും കരുതിയില്ല. എന്തായാലും അവന് നല്ലോണം സന്തോഷമായിട്ടുണ്ട്, ധ്രുവ് പറഞ്ഞു. ആദിയേട്ടന് മാത്രമല്ല, എല്ലാവർക്കും സന്തോഷമായി. എന്തൊരു പാവാ പ്രീതിയമ്മ, ദേവു പറഞ്ഞു. എനിക്ക് മാത്രം സന്തോഷമായില്ല അഞ്ജു, ധ്രുവ് കട്ടിലിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു. അതെന്തു പറ്റി ശിവേട്ട, ഓക്കെ അല്ലേ, ദേവു ചോദിച്ചു. അതെന്താന്ന് പറഞ്ഞാൽ നിന്നെക്കൊണ്ട് ഹാപ്പിയാക്കാൻ പറ്റില്ല അഞ്ജു, ധ്രുവ് പറഞ്ഞു. അതോടെ ദേവു ധ്രുവൻ്റെ അടുത്ത് കട്ടിലിൽ ചെന്ന് ഇരുന്നു കൊണ്ട് അവൻ്റെ തോളിൽ കൈവച്ച് അവനെ നോക്കി. എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ശിവേട്ടനെ എങ്ങനെ അറിയാം? എന്നോട് പറഞ്ഞാലല്ലേ മനസ്സിലാകൂ, ദേവു ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. അത് പിന്നെ ആദ്യം സ്റ്റാലിൻ്റെ കല്യാണം കഴിഞ്ഞു, അതുപോലെ അതേസമയം നമ്മുടെയും, ധ്രുവ് പറഞ്ഞു. അതൊക്കെ ശരിയാണ്, ദേവു പറഞ്ഞു. അവൻ്റെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞു, പക്ഷേ എൻ്റെ ഫസ്റ്റ് നൈറ്റ് ഇതുവരെ കഴിഞ്ഞില്ല, ധ്രുവ് പറഞ്ഞു. അതാണോ വിഷമം? ദേവു ഒരു ഞെട്ടലോടെ ചോദിച്ചു. പിന്നെ വിഷമമല്ലാതെ, ഞാൻ എത്ര കാലമെന്ന് വെച്ചിട്ടാ നിന്നെ നോക്കിയിരിക്കുന്നേ, ധ്രുവ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ശിവേട്ടൻ കണ്ണു പൊത്തി അങ്ങിരുന്നോളൂ, കാര്യം തീർന്നില്ലേ, ദേവു പറഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് ദേവു എഴുന്നേറ്റു. കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് മുടി വാരി ചുറ്റിക്കെട്ടി വെച്ചു. ധ്രുവ് ദേവു ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നോക്കി ആ കട്ടിലിൽ അങ്ങനെ ഇരുന്നു. ശേഷം പതിയെ എഴുന്നേറ്റ് ദേവുവിൻ്റെ പിന്നിലായി ചെന്ന് നിന്നുകൊണ്ട് അവളെ നോക്കി. ദേവു ധ്രുവൻ നിൽക്കുന്നത് കണ്ണാടിയിലൂടെ കണ്ടിരുന്നു. അവൾ ധ്രുവനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് സാരിയുടെ പിന്നഴിച്ചു. ധ്രുവ് ദേവുവിനെ പിന്നിലൂടെ ചെന്ന് കെട്ടിപ്പിടിച്ചിരുന്നു. ആ പിടുത്തം അവൾ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ദേവു ഒന്ന് ഞെട്ടിപ്പോയി. ശിവേട്ട വിട്ടേ, ദേവു അവൻ്റെ കയ്യിൽ കിടന്ന് കുതറിക്കൊണ്ട് പറഞ്ഞു. വിടില്ല. ധ്രുവ് ദേവുവിൻ്റെ സൈഡ് കഴുത്തിൽ ചുണ്ടുകൾ ചേർത്തുരച്ചുകൊണ്ട് മെല്ലെ പറഞ്ഞു. വിട്ടേ ശിവേട്ട, താഴെ പോണം, എനിക്ക് വിശക്കുന്നുണ്ട്, കഴിക്കണം, ദേവു പറഞ്ഞു. എനിക്കും വിശക്കുന്നുണ്ട്, എന്നിട്ട് ഞാൻ ഇവിടെ നിന്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നില്ലേ, ധ്രുവൻ പറഞ്ഞു. അച്ചോടാ വിട്ടേ, ദേവു പറഞ്ഞു. അതോടെ ധ്രുവൻ ദേവുവിനെ പിടിച്ചിരുന്ന പിടിവിട്ടുകൊണ്ട് അവളെ തിരിച്ചു നിർത്തി. അഞ്ജലി, ഞാൻ വെറുതെ പറഞ്ഞതാ. നീ എന്നാണോ ഓക്കെ ആവുന്നത് അന്ന് മതി എനിക്ക് നിന്നെ. പിന്നെ എനിക്ക് നിന്നോട് കുറേ കാര്യങ്ങൾ തുറന്ന് ഒന്ന് പറയാനുണ്ട്, പക്ഷേ ഇപ്പോഴല്ല, പിന്നെ. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് നിന്നെ സ്വന്തമാക്കിയാൽ മതി. അതും പറഞ്ഞ് ധ്രുവൻ അവിടെ നിന്ന് ഫ്രഷ് ആവാനുള്ള ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് കയറിപ്പോയി. ദേവു അവൻ്റെ ആ പോക്ക് നോക്കി നിന്നു. അവൾക്കും അവനിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ തിരിച്ചുമൊന്നും പറഞ്ഞില്ല. ശേഷം ഒരു ചിരിയോടെ ദേവു ഡ്രസ്സ് മാറിക്കൊണ്ട് വേഗം തന്നെ താഴേക്ക് ഓടിപ്പോയി. ആദിയും വിന്ധ്യയും റൂമിലേക്ക് കയറി. ആദി ഡോർ അടച്ചു. വിന്ധ്യ പോയി കട്ടിലിൽ ചെന്നിരുന്നു. ആദി അവളുടെ അടുത്ത് വന്നിരുന്നു കൊണ്ട് വിന്ധ്യയുടെ കയ്യിൽ അവൻ്റെ കൈ ചേർത്ത് വെച്ചു. സന്തോഷമായില്ലേ ദേവേട്ട? അച്ഛനും അമ്മയും പിന്നെ അനിയനും വന്നില്ലേ, വിന്ധ്യ പറഞ്ഞു. പിന്നെ ഒത്തിരി സന്തോഷമായി മിത്ര, ഞാൻ ഇങ്ങനെയൊന്നും ഒരിക്കലും വിചാരിച്ചില്ല, ആദി പറഞ്ഞു. അതാണ് നമ്മുടെ ഇനിയുള്ള ജീവിതത്തിൽ ദേവേട്ടൻ്റെ അച്ഛനും അമ്മയും അനിയനും കാണും, വിന്ധ്യ പറഞ്ഞു. നിന്റെ അച്ഛനും അമ്മയും കാണാൻ തോന്നുന്നില്ലേ മിത്ര? ഇന്ന് അച്ഛൻ വരാമെന്ന് പറഞ്ഞതാണല്ലോ, നീയൊന്ന് വിളിച്ചു നോക്ക്, ആദി പറഞ്ഞു. അച്ഛൻ വരാമെന്ന് പറഞ്ഞാലും വരില്ല എന്ന് എനിക്കറിയാമായിരുന്നു ദേവേട്ട. അച്ഛൻ അമ്മയെ അങ്ങനെ ഇട്ടിട്ട് വരില്ല. പക്ഷേ അച്ഛന് നമ്മളോട് ദേഷ്യമൊന്നുമില്ല, വിന്ധ്യ പറഞ്ഞു. നമുക്ക് അമ്മയെയും അച്ഛനെയും ഒന്നുകൂടെ വിളിച്ചു നോക്കിയാലോ മിത്ര, ആദി ചോദിച്ചു. എന്തിനാ ദേവേട്ട? അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. മക്കളെ കാണാൻ തോന്നുന്ന അമ്മ എന്നെ തിരക്കി ഇവിടെ വന്നിട്ടുണ്ടാകും.
അമ്മയ്ക്ക് വാശിയാണ്. വെറുതെ വീണ്ടും ഓരോന്ന് പറഞ്ഞ് എൻ്റെ ദേവേട്ടനെ അമ്മ വേദനിപ്പിക്കും. അതിലും ഭേദം ഇവിടേക്ക് വരാതെ ഇരിക്കുന്നതാ. വിന്ദ പറഞ്ഞു. അതൊന്നും സാരില്ല മിത്ര, നിനക്ക് വേണ്ടിയല്ലേ. ആ കാര്യത്തിൽ എനിക്ക് വിഷമമൊന്നുമില്ല. ആദി പറഞ്ഞു. വേണ്ട, അങ്ങനെ എനിക്ക് വേണ്ടി എന്നല്ല, ആർക്കു വേണ്ടിയും എൻ്റെ ഏട്ടൻ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് വിന്ദ ആദിയെ കെട്ടിപ്പിടിച്ചു. ആദി ഒരു ചിരിയോടെ തിരിച്ചും അവളെ കെട്ടിപ്പിടിച്ചു. അവളുടെ മുടിയിൽ അങ്ങനെ തലോടി. ഡ്രസ്സ് മാറേണ്ടേ പൊന്നെ? ആദി ചോദിച്ചു. മാറണോ? വിന്ദ ഒരു ചിരിയോടെ ചോദിച്ചു. മാറണ്ടേ? ഇങ്ങനെ ഇരിക്കാനാണോ നമുക്ക്? ഫുഡ് കഴിക്കണ്ടേ? ആദി ചോദിച്ചു. വിന്ദ ആദിയിൽ നിന്നും മാറിക്കൊണ്ട് അവൻ്റെ കവിളിലൊന്ന് അമർത്തി കടിച്ചു. അമ്മേ! ആദി വേദന കൊണ്ട് വിളിച്ചു. അയ്യോ, വേദനിച്ചോ ദേവേട്ട? സോറി, പെട്ടെന്നൊരു സ്നേഹക്കൂടുതൽ കാരണം. വിന്ദ പറഞ്ഞു. ഇതാണോട് ഇതിൻ്റെ സ്നേഹം? ആദി ചോദിച്ചു. എനിക്ക് സ്നേഹം തോന്നിയാൽ ഇങ്ങനെ ഉപദ്രവിക്കാൻ തോന്നും ദേവേട്ട. വിന്ദ പറഞ്ഞു. ദൈവമേ, അപ്പോൾ ഇനി ഞാൻ ഇതൊക്കെ കുറേ സഹിക്കേണ്ടി വരുമല്ലോ. ആദി പറഞ്ഞു. പിന്നെ ഒരുപാട് സഹിക്കേണ്ടി വരും മോനെ. ആദിദേവ, ഭാര്യയായി പോയില്ലേ? വിന്ദ പറഞ്ഞു. തൽക്കാലം ഭാര്യയായി പോയി. ഈ കല്യാണസാരിയെല്ലാം മാറ്റി വേറെ ഡ്രസ്സ് ഇട്. ആദി പറഞ്ഞു. എനിക്ക് മാറാൻ വയ്യ ദേവേട്ട, ഏട്ടൻ മാറ്റിത്തരുമോ ഈ സാരി? വിന്ദ ചോദിച്ചു. അതിനെന്താ, മാറ്റിത്തരാലോ. ആദി പറഞ്ഞു. അയ്യടാ വേണ്ട, ഞാൻ മാറ്റിക്കോളാം. ഇവിടെ അങ്ങ് ഇരുന്നാൽ മതി. വിന്ദ പറഞ്ഞു. ഏയ്, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല മിത്ര, ഞാൻ മാറ്റിത്തരാന്നേ. ആദി പറഞ്ഞു. അച്ചോടാ വേണ്ട, ഞാൻ മാറ്റിക്കോളാം എന്ന് പറഞ്ഞ് വിന്ദ അവിടെ നിന്നും പോയി. ആദി ചിരിച്ചുകൊണ്ട് വിന്ദ പോകുന്നത് നോക്കി അവിടെ അങ്ങനെ ഇരുന്നു. മീനുവിൻ്റെ മുടി കെട്ടിവെച്ചു കൊടുക്കുവാണ് സ്റ്റാലിൻ. റൂമിലുള്ള ചെയറിൽ സ്റ്റാലിൻ ഇരിപ്പുണ്ട്. അതിൻ്റെ താഴെ മീനുവും ഇരിപ്പുണ്ട്. മുടി കെട്ടിക്കഴിഞ്ഞ് മീനു വേഗം തന്നെ സ്റ്റാലിൻ്റെ മടിയിൽ കയറി ഇരുന്നു കൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. ഇച്ചായ, മീനു മെല്ലെ വിളിച്ചു. എന്താ മീനുട്ടി? സ്റ്റാലിൻ മെല്ലെ ചോദിച്ചു. ഇച്ചേ, എനിക്ക് ഇച്ചയുടെ തറവാട് വീടെല്ലാം കാണണമെന്നുണ്ട്. എന്നെ കൊണ്ടുപോവോ? മീനു ചോദിച്ചു. പിന്നെ എന്താ, നമ്മൾ ഹണിമൂൺ പോവല്ലേ, അപ്പോൾ നമുക്ക് അവിടേക്ക് പോയിട്ട് വരാലോ. സ്റ്റാലിൻ പറഞ്ഞു. അവിടെ ആരൊക്കെയുണ്ട് ഇച്ചേ? കുറേ പേരുണ്ടാവുമോ? ഇച്ചയെ അവർക്ക് മനസ്സിലാവുമോ? മീനു ചോദിച്ചു. എൻ്റെ മീനു, അതിന് അവർക്കാർക്കും ഞാനെന്ന ഇഷ്ടമല്ല. അവരിൽ ഒരാൾ പോലും എന്നോട് ഒരു ഇറ്റ് സ്നേഹത്തോടെ സംസാരിച്ചിട്ടില്ല. സ്റ്റാലിൻ പറഞ്ഞു. അയ്യോ, അപ്പോൾ നമ്മൾ എങ്ങനെ അങ്ങോട്ട് പോകും? അവർ നമ്മളെ വീട്ടിൽ കയറ്റില്ലല്ലോ. മീനു പറഞ്ഞു. അതിന് അവരുടെ പെർമിഷൻ ആർക്ക് വേണം? അത് എൻ്റെ അച്ഛൻ എൻ്റെ പേരിൽ എഴുതിയിട്ടിരിക്കുന്ന വീടാണ്. അവർക്കാർക്കും അതിൻ്റെ മേൽ അവകാശമില്ല മീനു. സ്റ്റാലിൻ പറഞ്ഞു. ആണോ? പിന്നെ എന്തിനാ ഇച്ച ചെറുപ്പത്തിൽ അവരെ പേടിച്ച് ജീവിച്ചത്, അവിടെ നിന്നും ഓടി വന്നത്? ഇച്ചയ്ക്ക് ആ സമയം പറയാറുന്നല്ലോ ഇതെൻ്റെ വീടാണെന്ന്. എന്താ ഇച്ച അങ്ങനെ പറയാഞ്ഞത്? മീനു ചോദിച്ചു. ഞാൻ അന്ന് കുഞ്ഞായിരുന്നു മീനു. ഇപ്പോൾ ഉള്ള പോലെ അവരോട് സംസാരിക്കാൻ എനിക്കറിയില്ലായിരുന്നു. പിന്നെ അവർ എന്നെ നല്ലോണം ഉപദ്രവിക്കും. അങ്ങനെ ഒത്തിരി ഉപദ്രവിച്ചപ്പോൾ അത് സഹിക്കാൻ മേലാഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്നും ഓടിപ്പോയത്. സ്റ്റാലിൻ ഒരു ചിരിയോടെ പറഞ്ഞു. അവർക്കെന്തിനാ ഇച്ചയോട് അത്രയും ദേഷ്യം? ഇച്ച പാവമായിരുന്നല്ലോ. മീനു പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ സേവ്യറിന് അവിടെ ഉള്ളവരോടെല്ലാം ദേഷ്യമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണത്തിന് വേണ്ടി അവർ സ്നേഹം കാണിക്കുന്നുണ്ട്. അവിടെ ആർക്കും ആരോടും ആത്മാർത്ഥതയില്ല മീനു. അതുകൊണ്ടൊക്കെ തന്നെ അച്ഛൻ അവരെ ഇഷ്ടമല്ല. ആ ഇഷ്ടക്കേട് അച്ഛൻ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. പിന്നീട് അതൊക്കെ അച്ഛൻ മരിച്ചപ്പോൾ അവർ എന്നോട് കാട്ടിത്തുടങ്ങി. സ്റ്റാലിൻ പറഞ്ഞു. ഇച്ചയ്ക്ക് അമ്മയെയും അച്ഛനെയും മിസ് ചെയ്യുന്നുണ്ടോ? പിന്നെ പഴയ ലൈഫിനോട് പേടി തോന്നുന്നുണ്ടോ ഇച്ചേ? അതോ ഇപ്പോൾ ഹാപ്പിയാണോ? മീനു ചോദിച്ചു. അച്ഛനെയും അമ്മയെയും മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മിസ് ചെയ്യുന്നില്ല. പക്ഷെ അവർ കൂടെ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ആയേനെ എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ പഴയ ആ ലൈഫ്, അതിനോട് പേടിയൊന്നുമില്ല. അതൊക്കെ ഓർക്കുമ്പോൾ ദേഷ്യം വരും എനിക്ക് എന്നോട് തന്നെ. ഇപ്പോൾ നീ പറഞ്ഞതുപോലെ അന്ന് ഒരു വട്ടമെങ്കിലും പ്രതികരിച്ചിരുന്നുവെങ്കിൽ എന്ന് തോന്നിപ്പോവുമായിരുന്നു. പിന്നെ ഇപ്പോഴുള്ള ഈ ലൈഫ് തന്നത് നീയാണ് മീനു. നീ കൂടെയുള്ളപ്പോൾ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. നിൻ്റെ കൂടെയാണല്ലോ മീനു ഞാനായിരിക്കുന്നത്. പിന്നെ ധ്രുവൻ, ആദി, ആകാശ്, ദേവു, കുഞ്ഞാറ്റ, വേദ, അനിയമ്മ, ഇവരൊക്കെ എന്നോട് സ്നേഹമുള്ളവരാണിപ്പോൾ. ഈ ലൈഫ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതിനേക്കാളും ഇഷ്ടമാണ് എനിക്ക് നിന്നെ. എൻ്റെ ഭാര്യയായതിനു ശേഷമാണ് ഞാൻ സന്തോഷമായത്. സന്തോഷം എന്താണെന്ന് അറിഞ്ഞു തുടങ്ങിയത്. യു ആർ മൈ അഡിക്ഷൻ. ഐ ഹാവ് നെവർ വാണ്ടഡ് എനിത്തിങ് മോർ ദാൻ യു. യു ആർ മൈ ലൈഫ് മീനു. ഐ വാണ്ട് നെവർ ഗിവ് യു അപ്പ് ഫോർ എനിത്തിങ്. സ്റ്റാലിൻ ഒരു ചിരിയോടെ പറഞ്ഞു. അതിന് മീനു സ്റ്റാലിൻ്റെ മുഖം മുഴുവൻ അമർത്തി കുറേ വട്ടം ചുംബിച്ചുകൊണ്ടിരുന്നു. ഞാനും ഇച്ച എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഇങ്ങനെ സന്തോഷിക്കാൻ തുടങ്ങിയത്. നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പലരും ഉണ്ടാകും. എന്നാൽ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കാനായി ഇഷ്ടപ്പെടുന്ന ഒരാളെ ഉണ്ടാകൂ. അങ്ങനെ ഒരാളാണ് എൻ്റെ ഇച്ച. അതുകൊണ്ട് ഞാൻ ഒത്തിരി ഹാപ്പിയാണ് ഇച്ചേ. എൻ്റെ മാത്രമാണ് എൻ്റെ ഇച്ച. മീനു സ്റ്റാലിൻ്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. നീയും എൻ്റെ മാത്രമാണ് മീനു, എൻ്റേത് മാത്രം. ആർക്കും കൊടുക്കില്ല. എൻ്റെ പൊന്നാണ് നീ. സ്റ്റാലിൻ പറഞ്ഞു.
സ്റ്റാലിൻ മീനുവിൻ്റെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ആ മുഖം മുഴുവൻ അമർത്തി അമർത്തി ചുംബിച്ചുകൊണ്ടിരുന്നു. മീനു അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു അങ്ങനെയിരുന്നു.